மன்மதலீலையே என்றால் முருக, மன்மதலீலையே என்றால் முருக, மன்மதலீ ദോശ അറിയും, ദോശ എവിടെയുണ്ടവിടെയുണ്ടറിയും. വേണോ? നിനക്കെന്താടാ കോച്ചുവാദം പിടിച്ച? അത് ദോശ എക്സസൈസാ. അതും തുട്ടടാ ദോശ എക്സസൈസ്. അതൊന്നും അറിയാൻ പറ്റിയ അറിയില്ല. ഇത് ദോശ ഉണ്ടാക്കുമ്പോ ചെയ്യേണ്ട എക്സസൈസ് ആണ് ദോശ എക്സസൈസ്. ഇന്നലത്തെ പത്രത്തിലിട്ടായിരുന്നു. പത്രം വായിച്ചില്ലേ? ഏത് പത്രത്തെ? എനിക്കൊന്ന് പഠിക്കുന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് പത്രത്തിലാ. ആഹാ, ദോശക്ക് നല്ല മണം. അല്ലാണ്ട് ദോശക്ക് ചീഞ്ഞ മണം വരുമോ? ഈ ചട്നി അങ്ങോട്ട് വെക്ക്. അല്ല ചട്നിയാ? അല്ല കിഡ്നി. അല്ല മറിയാമ്മ ചേർത്ത് എവിടെയായിരുന്നു? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതെയാ, ഞങ്ങൾ ഇപ്പൊ ഇത്ര ബിസിയാ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. കൈയെടുക്കണം ചേർത്തി. ഞങ്ങളൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. ചേർത്തി, ഇത് പൂച്ച വരാണ്ട് സൂക്ഷിച്ചിരിക്കണേ. ഇതിങ്ങെടുത്ത് മാറ്റി. ആഹാ, നല്ല ചൂടുള്ള ദോശ. നല്ല ദോശ. കൊള്ളാലോ പിള്ളേര്. മുസ്തഫ മുസ്തഫ ഡോണ്ട് വറി മുസ്തഫ. അല്ല, ഒന്നാം തരം ദോശയും ചട്നി. സമ്മതിച്ചിരിക്കണം. വീണ്ടും എടുക്കാം പിള്ളേര്. ചായ ഉണ്ടാക്കിയിട്ടില്ലേ? ഈ പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകി വെക്കണം. മറിച്ചേട്ടി കുറച്ച് ജോലി തിരക്കുണ്ട്. വരച്ചേ. മുസ്തഫ മുസ്തഫ നാളെ ഇതേ നേരത്തെ വന്നോട്ടോ. മിണ്ടണ്ട, സ്ത്രീ പീഡനത്തിന് ജയിലിലാവും. ആ മാത്രം മനസ്സിലാക്കി. പുരുഷവണ്ണ, ഇതെന്താണെന്നറിയാമോ? ഇതെന്താ? പുതിയ പാന്റും ഷർട്ടും. അല്ല, ഇന്നാളത്തെ പോലെ എവിടെന്തെങ്കിലും വാടകയ്ക്ക് എത്തണമെന്നാണോ? ഇത് ഇവിടുത്തെ റെഡിമെയ്ഡ് കച്ചവടക്കാരന്റെ കയ്യിൽ നിന്ന് ചീപ്പ് റേറ്റിന് അടിച്ചെടുത്തതാ. ഞാൻ പാന്റും ഷർട്ട് ഇട്ടുകൊണ്ട് അണിഞ്ഞൊരുങ്ങി നടക്കുന്നത് കാണാൻ നിനക്ക് വലിയ ഇഷ്ടമാ അല്ലേ? അണ്ണന്റെ ഗ്ലാമറിലല്ലേ ഞാൻ ഷൈൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ വേണ്ടേ? പിഞ്ചു ബാലികയെ ബലാത്സംഗം ചെയ്ത കേസിൽ 65-കാരൻ അറസ്റ്റിൽ. നഗരത്തിൽ പട്ടാപകൽ മോഷണം. 4 യുവാക്കളെ പോലീസ് തിരയുന്നു. എന്താണോ രാവിലെ എന്നെ പത്രം ഓസിന് കൈ കിട്ടി കഴിഞ്ഞാൽ എല്ലാം വായിച്ച് കേൾപ്പിക്കണമെന്നുണ്ടോ? മനുഷ്യരെ പേടിപ്പിക്കാൻ. ഭരണ പോലെ വരെ ഇരിക്കണം. ഇന്ദിരാനഗറിലുള്ള നമ്മുടെ ബാങ്ക് മാനേജർ RC കൈമളുടെ വീട് വിൽക്കാനിട്ടിരിക്കുക. നമുക്കത് ഇപ്പൊ തന്നെ പോയി നോക്കണം. ഞാൻ ഈ പാന്റ് ഷർട്ടൊക്കെ ഒന്ന് ഇട്ടു വരാം. വരുന്നുണ്ട്, ആള് വരുന്നുണ്ട്. നമസ്കാരം. ഇത് RC കൈമളുടെ വീടല്ലേ? ഏത് RC കൈമൾ? സ്റ്റേറ്റ് ബാങ്കിലെ മാനേജര്. അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ. വെളുത്ത് നല്ല നീളം കൂടിയിട്ട് ഹൈറ്റ് കുറഞ്ഞ് മീശൊക്കെ ആള് തെറ്റിയതാവും. ഈ വീട് എത്ര സ്ക്വയർ ഫീറ്റാ? ഒരാൾ RC കൈമൾ ചോദിക്കുന്നു, വേറെ ആള് സ്ക്വയർ ഫീറ്റ് ചോദിക്കുന്നു. അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വീട് മാറി കാണുമെന്ന്. കഷ്ടം നോക്ക്. എന്തുവാ ചേട്ടാ ഇത്? പിന്നെ കാണാം. കൈമളേട്ടാ, ആരാ? എന്താ വേണ്ടത്? ഇത് വീട് മാറിപ്പോയെന്ന് തോന്നുന്നു. ഇത് കൈമൾ ഇവിടെയാണ് താമസിച്ചിരുന്നത്. ഞാൻ ഈ വഴിക്ക് വന്നിട്ട് കുറെ കാലമായിടാ. നമുക്കൊരു കാര്യം ചെയ്യാം. വീട് ഇവിടെ തന്നെയായിരുന്നു. പക്ഷേ ഇത് ഇവിടെ നിർത്ത് മാറ്റി വെച്ചോ എന്നൊരു സംശയം. അപ്പുറത്തെങ്ങാനുണ്ടോ? പോകാൻ വരട്ടെ. ഇനി ഒരു തീരുമാനമായിട്ട് പോവാം. യഥാർത്ഥത്തിൽ RC കൈമൾ ഒരാളുണ്ടാ? ഉണ്ട്. എവിടെ ഉണ്ട്? ഭയങ്കര കോൾഡ് അടവേ. കുറച്ച് മരുന്ന് കുടിക്കുന്നത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. താൻ കുറെ നേരമായില്ലേ ശനിയാഴ്ച ധർമ്മക്കാര് പിച്ചയ്ക്ക് ഇറങ്ങിയ പോലെ. ഇനി ഒന്നിന്റെ കൂടെ പോരായേ ഉള്ളൂ. അമ്മാ, ഇവിടെ ആരുമില്ല. ഞങ്ങൾക്ക് ആരും വേണ്ട. അല്ല, ആരെ അന്വേഷിക്കുന്നത്? ഈ RC കൈമള്. ഏത് RC കൈമള്? ബാങ്കിലെ മാനേജര്. നമ്മുടെ നിങ്ങൾ? ഞാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്. റിയൽ സത്യം അതാണ്.
പത്രത്തിൽ വായിച്ചില്ലേ 4 പകൽക്കള്ളന്മാരെ കുറിച്ച്? അത് ഉമ്മാരാണ് വിടരുത്. പാനും ഷർട്ട് എന്റെ വീട്ടിൽ നിന്ന് കളവ് പോയതാ. ഊരടാ, ഊരടോ. നിർത്തണം ചേട്ടാ. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഇവരുടെ കൂടെ പറ്റോ? ഈ നിരപരാധിക്കുന്ന വഴിമാറി തരും. ട്രൗസറും ഷർട്ടൊക്കെ ഊരി കൊടുത്തിട്ട് സാവകാശം വന്നാ മതി. വഴി തരൂ. ഊരടാ. ഊരാം. ഇതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ലോ. ഷർട്ട് ഊരുന്നതിന് എന്താ പ്രശ്നം? എന്നെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. പിടിച്ചോ, പാൻറ് ഊരാം. അല്ല, പെണ്ണുങ്ങളൊക്കെ നോക്കി നിൽക്കുന്നുണ്ടേ ഞാൻ ഈ മതിലിന്റെ ആ സൈഡിലേക്ക് മാറി നിന്നു. നമ്മൾ കാണുന്നില്ലേ? ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഈ പപ്പന്റെയും പുരുഷന്റെയും പുറകെ നമ്മൾ ആയുസ് പാഴാവും. ഏതായാലും ഇറങ്ങി തിരിച്ചു. നമുക്ക് ആ സീക്കേൻ ഒന്ന് കണ്ടല്ലോ. അയാളെ കണ്ടിട്ട് എന്താ കാര്യം? അയാളല്ലേ പാറക്കാരന്റെ മാസ്റ്റർ ബ്രെയിൻ. അതല്ലേ കുഴപ്പം. അയാൾ പാറയക്കാരന്റെ സ്വന്തം ആളാ. വേറൊരാൾക്കും വേണ്ടി അയാളുടെ ബ്രെയിൻ തരുമെന്ന് തോന്നണില്ല. എടാ, അയാൾക്ക് ചിക്കനും വെള്ളം വാങ്ങിച്ചു കൊടുത്താൽ അയാള് ബ്രെയിൻ അല്ല ലിവർ വരെ തരും. ഇവരുടെ കൂടെ നടന്ന് അടി കൊള്ളുന്നതിലും ഏതാ. ശരി, എന്തായാലും അതും കൂടി ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ചേട്ടനെ ഞങ്ങൾ മനസ്സിലായോ? പൂവല്ലോ. എന്നാ പൂവല്ലേ? പൂവാലോ. അനിയന്മാര് കുടിക്കണില്ലേ? അയ്യോ, ഞങ്ങള് മദ്യപിക്കാറില്ല. ഒരു സ്വല്പം കുടിക്കണോണ്ട് ഒരു കുഴപ്പമില്ല. അത് ശരിയാ. ആരെങ്കിലും എനിക്കൊരു കമ്പനി തരൂ പ്ലീസ്. കമ്പനി തരൂ. ഒരു കമ്പനി കൊടുക്കടാ. എന്നാ കമ്പനി തരാം. അതിനകത്ത് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, അതിനകത്ത് പോവാ. ഇതിൽ സോഡ ഒഴിക്കണ്ടേ? ഇതൊന്നും ശീലമില്ലേ? ശരി, അപ്പോ ഒരു ഫുള്ളും കൂടി ആവാല്ലേ? ആവാം. ഒരു കമ്പനി കൊടുക്കടാ. ജയ്സ, ഒരു ഫുള്ളും കൈ ഒഴിവുള്ളപ്പോ ചിക്കനും പോന്നു. ചിക്കനും വരട്ടെ. അപ്പൊ കമ്പനി വേണ്ടേ? വേണ്ട കമ്പനി നീ നിന്റെ വീട്ടില്. നമ്മുടെ കാര്യം പറ. പിന്നെ ചേട്ടാ, കയ്യക്കട. ആരാണ് നിന്റെ ചേട്ടൻ? എണീക്കടാ. ആരാണ് നിങ്ങളോട് അടുത്തിരിക്കാൻ പറഞ്ഞത്? ചേട്ടൻ നിങ്ങൾ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ചേട്ടനെ അവിടെ ഞങ്ങൾ അറിയാന്ന് പറഞ്ഞത്. അറിയാന്ന് പറയേ. നമ്മൾ ഒരുമിച്ചല്ലേ ഇങ്ങോട്ട് വന്നത്? ഒരുമിച്ച? അതെ, ഈ ചിക്കനും റമ്മോ ഒക്കെ വാങ്ങിച്ചെന്ന ഞങ്ങൾ. എനിക്ക് ചിക്കനും റമ്മും മേടിച്ചാൽ നിങ്ങൾ ആരാ? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെക്കുന്ന 2 യുവാക്കളാണ് ഞങ്ങൾ. ചിക്കനും റമ്മും വാങ്ങി തന്ന ചേട്ടൻ സഹായിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓ, സഹായിക്കണം ചേട്ടൻ. അത് ശരി, സഹായിക്കാലോ. ചേട്ടൻ ഞങ്ങളെ സഹായിക്കൂലേ? നീ കാലുകുത്തിയാ? കാലുകുത്താൻ പോകുന്നേ ഉള്ളൂ. എന്നാ വാ വാ. ഓ, അപ്പൊ എന്താ പറഞ്ഞത്? റിയൽ എസ്റ്റേറ്റിലേക്ക് കാല് വെച്ചിരിക്കുന്നു. അതെ. ഞാൻ എന്തായാലും കാല് വെക്കണില്ല, കൈ വെക്കാം. കള്ള പിള്ളേര്. ഈ പന്നി എന്തിനാ നമ്മളെ തല്ലിയത്? എത്ര രൂപ വേണം? 20 രൂപ. ചാർജ് കുറച്ചാ ഇപ്പോ. ഇത് കുറവാ. എവിടെ? ഓക്കെ, ഗുഡ് ഒന്ന് വേഗം വാടാ. വേഗം വന്ന് ചവിട്ടി തന്നെ. ലൈറ്റൊക്കെ ഉണ്ടാ? ഓർക്കട്ടില്ലേ ഇന്ന്? പ്രേതോ? കള്ളുപിടിച്ചപ്പോ നിനക്ക് മെന്റലായ? ഉറങ്ങടാ. സത്യമായിട്ട് ഞാൻ കണ്ടതാ. ഇന്നലെ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം. പോയിക്കണം ഉറങ്ങ. നിനക്ക് വിശ്വാസമായില്ലേ? ഞാൻ കാണിച്ചു തരാം. നീ വന്നേ. കൈവിടാ, കൈവിടാ. നീ അവിടെ എന്തോന്ന്? ഇവിടെ ഉണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു? നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നു. ഒരു വേണ്ട.
വേണ്ടടാ. കടിച്ചു തെങ്ങ്. കൈ വേദനിച്ചോ? ആരാ നീ? കണ്ടാലറിഞ്ഞൂടെ പ്രേതാ. കൂട്ടുകാരുടെ ഒരു പേടിക്കൊണ്ടാണല്ലോ. ഞാൻ പ്രേതവും പിശാചൊന്നും അല്ല. അത് മനസ്സിലായി. നീ ആരാ? എങ്ങനെയാ ഇതിനകത്ത് കയറി പറ്റിയത്? വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴേ വാതിലെല്ലാം അടച്ചിടണം. നീ വാതിലടച്ചില്ലായിരുന്നോ? താൻ അടച്ചതാണല്ലോ. അപ്പൊ അടച്ചണ്ടായില്ലേ? അടച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ കയറി വന്നത്. ഓ, സമ്മതിച്ചു. വന്ന വഴി വിട്ടോ. ഇതേ ഞങ്ങൾ 2 ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന വീടാ. പാതിരാത്രിയിൽ ഒരു പെൺകുട്ടിയെ നടു റോഡിൽ ഇറക്കി വിടാൻ മനസാക്ഷിയുള്ള 2 ചെറുപ്പക്കാർക്ക് കഴിയോ? കഴിയും. എവിടെന്നോ കയറി വന്ന ഏതോ ഒരു പെൺകുട്ടിയെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാനുള്ള വലിയ മനസാക്ഷിയൊന്നും ഞങ്ങൾക്കില്ല. മനസ്സിലായോ? വിട്ടോ. വാ. എന്താ? പ്ലീസ്. ചെല്ല്. അവള് പാവടാ. പാവാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നീ കൂടെ ഇറങ്ങി ചെല്ല്. കൂടുതൽ സെന്റിമെന്റ്സ് ആവല്ലേ? ഊരും പേര് പറഞ്ഞ ഒരു പെണ്ണിനെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. നല്ല സ്റ്റൈലൻ പെൺകുട്ടിയായിരുന്നു. ഒന്ന് ഇട്ടു കണ്ടു മതിയാവുന്നതിന് മുമ്പ് അവൻ ഇറക്കി വിട്ടു. ദുഷ്ടൻ. ഇത്രയ്ക്കൊരു പെങ്കോന്തനായി പോയടാ നീ അപ്പക്കൂട്ട. എന്തായാലും നീ ചെയ്ത് ശരിയായില്ല. ഓ ഡേ പോയി കിടന്നുറങ്ങ്. പോ. കൈ വീട്. ഞാൻ പോയി. കരഞ്ഞും പോയി. നീ അതൊക്കെ തട്ടിയടിച്ചു വിടാൻ ഒരു മെഴുകി എടുത്ത് എത്തിരടാ. എവിടെ നീ വെച്ചാണ് മെഴുകുതിരിപ്പെട്ടിയും? മെഴുകി ഞാൻ എന്റെ പോക്കറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു. കിട്ടി. ഇയാൾ എങ്ങനെ വീണ്ടും ഇതിനകത്ത് കയറിയത്? ആദ്യം കയറി വന്ന അതേ വഴിയിലൂടെ തന്നെ. നിങ്ങളെ വാതിൽ അടച്ചിട്ടുണ്ടായിരുന്നില്ല. നീ പിന്നെ ആ വാതിലടച്ചില്ലേ? അടച്ചില്ലേ? ഇനി ആരും വരില്ല. ഞാൻ ആ വാതിൽ അടച്ചു. പ്ലീസ്, ഈ രാത്രി എന്നെ ഇറക്കി വിടരുതേ. പാവാടാ. പോവാടേ. നേരം വിളിക്കണം വിട്ടോളണം. ഞാൻ സോൾവ് ചെയ്തോളാം. പോട്ടെ, രാവിലെ കാണാം. പവർ കട്ട് കഴിഞ്ഞ്. പാവ ഉറങ്ങാ. ഒരു പുതപ്പ് കൊടുത്താലോ? കൊടുക്കാലോ. വാ, നിന്നെ ഞാൻ പുതപ്പിച്ചു തരാം. നടക്ക്. അനന്താ, ഇന്നലെ രാത്രി വന്ന ആ പ്രേതം അല്ല ആ പെണ്ണ് പോയോടാ? ഏത് പെണ്ണ്? അവള് പോയില്ലേ? ആവോ. വാ. പോയാ? എന്തായാലും വലിയൊരു അപകടം ഒഴിവായി കിട്ടി. അവള് പോയില്ലായിരുന്നെങ്കിൽ നമ്മളാകെ. അവളിത് എവിടെ പോയി കാണും? എന്ത്? നമ്മളിന്ന് എവിടെ പോയി തപ്പും? പോയി തപ്പിട്ടോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ ഇയാളിതുവരെ പോയില്ലേ? രാവിലെ പോകാൻ ഒരുങ്ങിയതാ. പിന്നെന്താ പോയിരുന്നത്? നിങ്ങളപ്പോ നല്ല ഉറക്കത്തിലായിരുന്നോ? പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി. എണീക്കാൻ താമസിച്ചപ്പോ ഞാൻ ചായ ഉണ്ടാക്കി. ചായ തണുക്കും. ചായ നന്നായിട്ടാ, കുടിച്ചോ. ചായ ആരോട് ചോദിച്ചിട്ടാ ഈ ഷർട്ട് മുണ്ട് കൊടുത്തിട്ട്? അല്ലടാ ഡി. ഞാൻ പെണ്ണല്ലടാ. പോടാ. എന്റെ ഡ്രസ്സ് മുഷിഞ്ഞതുകൊണ്ട് ഞാനൊന്ന് അലക്കിയിട്ടതാ. ആരാത്? അതാ മറിയാമ്മ ചേർത്തിയായിരിക്കും. ചെന്നപ്പോ നീ പറയാൻ വേണ്ട. ഇതിനെ എവിടെയും കൊണ്ട് ഒളിപ്പിക്കും. ഗുഡ് മോർണിംഗ്. എന്താണ് പിള്ളേരെ പതിവില്ലാത്തൊരു ഗുഡ് മോർണിംഗ്? അത് ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാ. ഞാനാണെങ്കിൽ അടുക്കളയിലേക്ക് പോകണമെന്നില്ല. അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെറുത്തി
അതെ, ഈ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഏയ് എന്തു പ്രശ്നം? അല്ല, മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? ഏയ് ആ. ഇല്ലല്ലോ. എന്തേ? ചേട്ടത്തി, ഈ വീട്ടിലെ മുമ്പൊരു പെൺകുട്ടി തൂങ്ങി മരിച്ചിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. ഞാൻ ഇന്നലെ കണ്ടതാ, ഒരുമാതിരി ആശുപത്രിയിൽ നഴ്സിന്റെ പോലെ ഡ്രസ് ഇട്ട് ഒരു പെണ്ണി ജനലിന്റെ അവിടെ ഇരിക്കുന്നത്. അതെ ചേട്ടത്തി, ഈ വീട്ടിൽ പ്രേതശല്യം ഉണ്ടോ എന്നൊരു സംശയം. എഫക്ട്സോട് ചേട്ടത്തി, അർദ്ധരാത്രിയാവുമ്പോ ഈ ചിലങ്കകളുടെ ശബ്ദം എഫക്ട്സോട് ഉറക്കം അതൊക്കെ നിങ്ങൾ തോന്നല പിള്ളേരെ വിടന്നെ. രാത്രിയോടുകൂടി ഈ